അങ്ങനെ വഴക്കിട്ട് മുറിന്ന് ഇറങ്ങി പോകുമ്പോ പിന്നാലെ വന്ന് അയ്യോ എന്റെ കൂടെ കിടക്കാൻ വായോ എന്ന് പറഞ്ഞ് നിലവിളിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. കണ്ണീര് തുടയ്ക്കാനും സമാധാനിപ്പിക്കാനും പിന്നെ വേണമെങ്കിൽ ഭാര്യയുടെ കുറവ് നികത്താനും ആൾക്കാരിവിടെ ഉണ്ടല്ലോ. നിങ്ങളത് ചെയ്യിച്ചത് സ്വന്തം ഭാര്യ വേറെടുത്തിക്കൊണ്ട് തല്ലിക്കാൻ നാണമില്ലേ ഗിരിയേട്ടന്? ഇതേ നീ ഏരുന്ന് വാങ്ങിയതാ. എന്താടി നീ പറഞ്ഞത്? ഞാൻ ഇവന്റെ ആരാ നിനക്കറിയോ? ഇപ്പൊ നീ പറഞ്ഞ വാചകം ഇനി ഒരിക്കൽ കൂടി എന്റെ മുഖത്ത് നോക്കി പറയാവോടി നിനക്ക്? പറയും, ഞാൻ ഇനിയും പറയും. ഒരെണ്ണം കൂടി കൊടുക്കെടുത്തി. അവൾക്കേ ആദ്യം കിട്ടിയത് മതിയായില്ല. പറയടി, ഒരിക്കൽ കൂടി പറയടി. പറയാൻ ഇനിയും എന്റെ മുഖത്ത് നോക്കി അത് പറയാനുള്ള ധൈര്യം നിനക്കുണ്ടെങ്കിൽ അത് കേട്ടിട്ട് സ്വാതി മുറിവിട്ട് പോവും. എന്താടി പറയുന്നില്ലേ? ഇനി അങ്ങനെ ഒരു അക്ഷരം മിണ്ടിയാലുണ്ടല്ലോ നിന്റെ വൃത്തികെട്ട നാവ് ഞാൻ അരിയും. നീ എന്താടി വിചാരിച്ചത്? നീ പറഞ്ഞ തരത്തിലുള്ള പെണ്ണുങ്ങൾ കാണും, അതെ നിന്റെ വീട്ടില്. അത് കണ്ട് വളർന്ന നിനക്ക് ആ വീട്ടിലെ സംസ്കാരം മാത്രമേ അറിയൂ. സത്യം എടുത്തി, സ്വന്തം കുടുംബത്തിനകത്ത് നടക്കുന്നതല്ലേ പറയാൻ അറിയൂ. എന്റെ കുടുംബക്കാര് പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാ നീ എന്ത് ചെയ്യും? ഏട്ടത്തിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ തല്ലിന്റെ ബാക്കി എന്റെ കയ്യിൽ നിന്ന് കൂടി വേണോ? തരാം, ഇപ്പൊ തന്നെ തരാം. മതി നന്ദിനി, ഏതവസ്ഥയിൽ നിന്നാ നിന്നെ ഞാനിവിടെ കൊണ്ടുവന്നെന്ന് നീ മറക്കരുത്. കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപേ സ്വപ്നം കാണാൻ പോലും പറ്റാത്തതെല്ലാം നിനക്ക് കിട്ടി. അതിനെന്നോട് നന്ദി കാണിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ നിന്ദിക്കരുത്, അധിക്ഷേപിക്കരുത്. അത് ഞാൻ ക്ഷമിക്കില്ല. നീ വളർന്ന വീടും ചുറ്റുപാടും മാത്രമല്ല, നിന്റെ ഭൂതകാലം എന്തായിരുന്നുവെന്നും നല്ലതുപോലെ മനസ്സിലാക്കിയവളാ ഞാൻ. എടി, ഏട്ടത്തിയമ്മ എന്ന വാക്ക് വെറുതെ ഒരു അലങ്കാരത്തിന് പറയുന്നതല്ല, അറിയൂ നിനക്ക്? എവിടെ സ്വന്തം അമ്മയെ അറിയില്ല, പിന്നെ ഏടത്തിയെ. സ്വാതി എടുത്തി എന്താ എന്നെ ഈ രാത്രി അർത്ഥവും വ്യാകരണവും പഠിപ്പിക്കാൻ വന്നാണോ? അതെടി, ഏട്ടത്തിയമ്മയുടെ അർത്ഥവും വ്യാകരണവും നിനക്കറിയില്ലെങ്കിൽ നിന്നെ അത് പഠിപ്പിക്കും ഞാൻ. അതേത് പാതിരാത്രി ആയാലും. ആ ട്യൂഷൻ പഠിപ്പിക്കലിന്റെ ആരംഭം കുറച്ചു മുമ്പ് ഞാൻ നിന്റെ കരണത്ത് തന്നത്. ഇനിയും ഞാൻ നിന്നെ വിശദമായിട്ട് പഠിപ്പിക്കാം. എന്താ, തുടങ്ങട്ടെ? എടി, ഒരു വീട്ടിലേക്ക് ആദ്യം നിലവിളക്ക് പിടിച്ച് കയറി വരുന്ന പെണ്ണ മൂത്ത ഏട്ടന്റെ ഭാര്യ, ഏട്ടത്തി. കുടുംബത്തിലെ എല്ലാവരും ഏട്ടത്തിക്ക് നൽകുന്നത് വെറുമൊരു മരുമകളുടെ സ്ഥാനം മാത്രമല്ല, സ്വന്തം അമ്മയ്ക്ക് തുല്യമായ ബഹുമാനവും ആദരവും കൂടിയാ. അതുകൊണ്ടാടി അവളെ എല്ലാവരും ഏട്ടത്തിയമ്മന്ന് വിളിക്കുന്നത്. ഈ വീട്ടിലെ ഏട്ടത്തിയമ്മയാ ഞാൻ. പ്രായത്തിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും സ്ഥാനം കൊണ്ട് ഞാൻ ഇവന്റെ ഏട്ടത്തിയമ്മയാ. ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും കരുതലും എന്റെ മനസ്സിൽ ഇവനോടുണ്ട്. ഏട്ടത്തി അമ്മയൊന്ന് വീഴാൻ തുടങ്ങിയ അവര് വീണു പോകാതെ താങ്ങി പിടിക്കുവാനുള്ള കടമയുണ്ട് ഇവന്. നീയൊക്കെ എന്നെ വീഴ്ത്താൻ ശ്രമിച്ചപ്പോ അവൻ ആ കടമയാ ചെയ്തത്. ഗിരി, ഭർത്താവിന്റെ സ്ഥാനം ഭാര്യയ്ക്കൊപ്പം ബെഡ്റൂമിനകത്താ, അല്ലാതെ ഹാളിലെ സോഫയിലല്ല. മനസ്സിലായോ? മനസ്സിലായി എടുത്തി. ഇനി ഇത് ആവർത്തിച്ച ഞാനിത് അവൾക്ക് ശരിക്കും മനസ്സിലാക്കി കൊടുത്തേക്കാം. എടുത്തി ധൈര്യമായിട്ട് വെക്കോ. ഏട്ടത്തി അമ്മയുടെ അർത്ഥം പഠിപ്പിക്കാൻ
ഇനി ഒരിക്കൽ കൂടി നീ എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തരുത്. അതെ, നിന്റെ ആരോഗ്യത്തിന് നന്നാവില്ല. ഓർത്തോ നീ അത്. ഇപ്പഴാ ശരിക്കൊന്ന് വയറ് നിറഞ്ഞത്. ഇനി കിടക്കാം. ഭഗവാനെ രക്ഷിക്കണേ. ഉടനെ പോയി ഈ മുറിയിൽ നടന്നതെല്ലാം അവരോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. നാണുണ്ട് നിങ്ങക്ക്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കേട്ടു. ഇനിയും ചോദിച്ചാ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അതുകൊണ്ടേ മുരേക്കൊന്ന് കിടക്കണേ. നാണമില്ലാത്ത സാധനം. ഏട്ടത്തിയമ്മ പോലും. ഏട്ടത്തിയമ്മ എന്നെ അടിച്ചതിന് അവർക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ എന്താ എന്റെ സ്ഥാനം? ഭാര്യയോ വേലക്കാരിയോ അതോ അടിമയോ? നേരം വെളുക്കട്ടെ, അതറിഞ്ഞിട്ടുള്ളൂ ബാക്കി കാര്യം. ഏട്ടത്തെ അനിയനും കൂടി നാടകം കളിക്കുകയാണെന്ന് എനിക്കറിയാം. അയ്യോ അയ്യോ, എന്റെ നടുവേ! അയ്യോ, എന്നെ കൊന്നേ! അയ്യോ, ഓ, ഓ, അയ്യോ, ഓ, അയ്യോ, ഓ. ഇതാ ആ നാടകത്തിന്റെ ക്ലൈമാക്സ്. അയ്യോ അമ്മേ, എന്റെ നടു പോയേ! അയ്യോ അയ്യോ, എല്ലാവരുടെ വശീകരണത്തിന്റെ ശക്തിയാ. എടി ലൈറ്റ് അടിച്ചിട്ട് കിടക്കടി. അയ്യോ, ഓ, അയ്യോ, എന്റെ നടു പോയേ! നിലവിളി ശബ്ദം ശരിക്കും കേട്ടോ? അതോ എന്റെ തോന്നലാണോ? സ്വാതി, സ്വാതി, എന്താ ഏട്ടാ? എന്തോ ഒരു ശബ്ദം കേട്ടു. നന്ദിനിയുടെ ഒച്ചയാണെന്നാ തോന്നുന്നേ. താനെന്തിനാ ചിരിക്കുന്നേ? എടോ, അവരുടെ മുറിയിൽ നിന്ന് തന്നെ ഒച്ച കേട്ടത്. ആണോ? എന്നാലേ അതെന്താണെന്ന് ഞാൻ പറയട്ടെ. ആ, എന്താ? അവരുടെ ദാമ്പത്യ ബന്ധം അരക്കിട്ട് ഉറപ്പിക്കുന്നതിന്റെ ഒച്ചയാ കേട്ടത്. നമ്മളത് കാര്യമാക്കണ്ട. ഇനിയെല്ലാം ശരിയായിക്കോളും. എടോ, ഗിരി ഭയങ്കര മുൻകോപക്കാരനാ. അവൻ അവളെ തല്ലി കൊല്ലാതിരുന്നാ മതിയായിരുന്നു. അല്ല, താൻ അവിടെ പോയിട്ട് എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ല. ഏട്ടത്തെ അമ്മയുടെ അർത്ഥവും വ്യാകരണവും പഠിക്കണമെന്ന് അവള് പറഞ്ഞു. ഞാനത് പഠിപ്പിച്ചു കൊടുത്തു. കവിളിലോ അതോ നടുവിനോ? എവിടെയാ താൻ അവളെ വ്യാകരണം പഠിപ്പിച്ചത്? ഇടത്തെ കവിളത്ത്. ദാ, ഈ വിരലുകൾ പതിഞ്ഞു കിടക്കുന്ന ഒരു നല്ല വ്യാകരണം. അപ്പോ അവൾക്കൊരെണ്ണം കിട്ടണോന്ന് ഏട്ടന്റെ മനസ്സിലുണ്ടായിരുന്നു അല്ലേ? പിന്നില്ലാതെ. തന്നെ കുറിച്ച് അനാവശ്യം പറയുമ്പോ അവൾക്കത് കിട്ടണ്ടേ? എന്നെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഏട്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. ഇന്ന് ഞാനത് ചെയ്തില്ലെങ്കിൽ നാളെ ഇതവൾ ഇരട്ടിയായിട്ട് ആവർത്തിക്കും. ഈ വീടിന്റെ സമാധാനം പോവും. അതുകൊണ്ടാ ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. മറ്റൊരാളുടെ ഭാര്യയെ തല്ലുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. പക്ഷേ വേറെ വഴിയില്ല ഏട്ടാ. ഈ വീട്ടിൽ മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ദാമ്പത്യ ജീവിതത്തിൽ ഇന്നേ വരെ അവന് സന്തോഷം കിട്ടിയിട്ടില്ല. ആദ്യം വേദ. അവള് കാരണം ഞങ്ങളുടെ അമ്മയുടെ ജീവൻ പോയി. അതിന്റെ ദുഃഖം ഈ ജന്മത്തിൽ ഞങ്ങളെ വിട്ടു പോവില്ല. ഇപ്പൊ നന്ദിനി. അവളും വേദയുടെ വഴിയെ സഞ്ചരിക്കാൻ തുടങ്ങിയ ഇനി ആരുടെ ജീവിതമായിരിക്കും നന്ദിനി കാരണം നഷ്ടപ്പെടുന്നത്? അതെ, ഞാനൊരു കാര്യം പറഞ്ഞ ഏട്ടൻ വേറൊന്നും വിചാരിക്കരുത്. താൻ തെറ്റായിട്ടൊന്നും പറയില്ലെന്ന് എനിക്കറിയാം. എന്താ എനിക്ക് പറയാനുള്ളത്?
ഈ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് നന്ദിനിയെ മാത്രം കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. യഥാർത്ഥ കുഴപ്പക്കാരി ഏട്ടന്റെ അനിയത്തി തന്നെയാ. അവളാ എല്ലാത്തിന്റെ ആണിയായിട്ട് പ്രവർത്തിക്കുന്നത്. അത് നേരെ. ഈ വീട്ടിൽ വരുമ്പോ ഒരു പാവം പെണ്ണായിരുന്നു നന്ദിനി. അന്ന് ഞാൻ കരുതിയത് വേദയിലൂടെ നഷ്ടപ്പെട്ടതെല്ലാം അവന് നന്ദിനിയിലൂടെ തിരിച്ചു കിട്ടുമെന്ന്. ഇതിപ്പോ ബാക്കിയുള്ള അവന്റെ ജീവിതം കൂടി തകരുമെന്നാണ് തോന്നുന്നത്. ഇനി എന്താ ഒരു വഴി? വഴിയുണ്ട്. ഏട്ടൻ മുൻകൈ എടുത്ത് അവളെ പറഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് വിടണം. കല്യാണം കഴിഞ്ഞാ പെൺകുട്ടികൾ ജീവിക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിലാ. എന്നിട്ടും ഏട്ടന്റെ പെങ്ങളെന്താ ഇവിടെ? കെട്ടിച്ചു വിട്ടിട്ടും തിരിച്ചു വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നല്ല ശീലമല്ല. അതുകൊണ്ട് അവളോട് തിരിച്ചു പോവാൻ പറയണം. അതിപ്പോ ഞാൻ എങ്ങനെയാ പറയുന്നത്? അതവൾക്ക് വിഷമാവില്ലേ? ഗിരിയെ കൊണ്ട് പറയിപ്പിക്കാം, അതാ നല്ലത്. നിങ്ങൾ രണ്ടിൽ ആരെങ്കിലും ഇതിന് മുൻകൈ എടുത്തേ പറ്റൂ. അല്ലെങ്കിൽ അവൾ ഈ വീട് കുട്ടിച്ചോറാക്കും. ഇവിടെ ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാത്തിന്റെയും പിന്നിൽ ഗൗരിയാ. അറിയാം. അല്ലെങ്കിൽ പിന്നെ ഒരു വഴിയുണ്ട്. എന്തു വഴി? നിങ്ങൾ രണ്ടുപേരും അങ്ങ് കണ്ണടച്ചേക്കണം. അങ്ങനെയാണെങ്കിൽ എന്റെ നാത്തൂന്റെ കാര്യം ഞാൻ ഏറ്റു. എന്താ, സമ്മതിച്ചോ? നന്ദിനിയെ പോലെ കുറച്ചൊക്കെ അർത്ഥവും വ്യാകരണവും താൻ അവൾക്കും പറഞ്ഞു കൊടുക്കുന്ന ഗുണം ചെയ്യും. ശരിക്കും താനൊന്ന് ശ്രമിച്ചു നോക്ക്, ചിലപ്പോ അവളങ്ങ് നന്നായാലോ. ഇനി അവളുടെ കാര്യം ഞാൻ ഏറ്റു. ഈശ്വരാ, എന്തൊരു വിശപ്പ്! സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്റെ അമ്മേ, എന്റെ വയറ് കത്തുന്നു. നാശം. എടുത്ത് കുടിച്ചുടിച്ച് വെള്ളം തീർന്നോ? നാശം. ഇത് വല്ലാത്തൊരു ഗതികേടായിപ്പോയി. ഓ എന്റെ ദൈവമേ, എന്തൊരു കത്തല ഇത്. പോയി കഴിച്ചാലോ? നാണക്കേടാവോ? ഓ പിന്നെ, വെച്ചത് ചാവാൻ പോകുമ്പോഴാ നാണക്കേട്. ഗൗരിയേച്ചി, ഇത് ഞാനാ. നീയായിരുന്നോ? പേടിപ്പിച്ച് കളഞ്ഞാലോടി, എന്റെ ജീവൻ ഇപ്പൊ പോയേനെ. നീ ഇപ്പൊ എന്തിനാ ഇരുട്ടത്ത് ഇങ്ങോട്ട് ഇറങ്ങി വന്നത്? ഗൗരിയേച്ചി, എനിക്ക് വിശക്കുന്ന ചേച്ചി. ഓ, ഒരക്കട മൂട്. ഞാൻ പിന്നെ എന്തിനാ വന്നത്? എന്തിനാ? എനിക്കും വിശന്ന് ചാവുന്നു. കിടന്നിട്ട് ഉറക്കം വരണ്ടേ? വയറ് കടത്തി ഞാൻ വശം കെട്ടു. കഴിക്കാൻ എന്തെങ്കിലും ബാക്കി ഉണ്ടാവോ എന്തോ. നീ വാ, നമുക്ക് നോക്കാം. ദേ, പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതിനകത്ത് എന്തെങ്കിലും കാണും. ഒന്നുമില്ല.
എന്റെ ദൈവമേ, ഇതിനകത്തൊരു കുന്തവുമില്ല. ഇതവള് മനഃപൂർവ്വം ചെയ്തതാ ആ തടിച്ചി. ഞാനിപ്പോ വിശന്ന് ചാവും ചേച്ചി. അയ്യോ, ഞാനിപ്പോ വിശന്ന് ചാവേ. അയ്യോ, വായടക്കടി പോത്തെ, ആരെങ്കിലും കേക്കും. ഷോ, അന്നേരം വഴക്കിട്ട് എണീറ്റ് പോവാതെ ആഹാരം കഴിച്ചിട്ട് എണീറ്റ് പോയാൽ മതിയായിരുന്നു അല്ല ഗൗരേച്ചി? അത് മതിയായിരുന്നു. അയ്യോ, ഇനിയിപ്പൊ പറഞ്ഞിട്ടെന്താ? പോയ ബുദ്ധി ആന പിടിച്ചാലും കിട്ടില്ല. ഇന്നത്തെ കറികളൊക്കെ നല്ല രുചിയായിരുന്നു ഗിരിയോട്ടൻ പറഞ്ഞത്. ആ കോന്ന കണ്ടില്ലേ നീ ഇറങ്ങി പോന്നത്? ഇല്ല, നല്ല ഉറക്കത്തില്ല. ആഹാരമൊന്നും അവള് ബാക്കി വെച്ചിട്ടില്ലെന്നാ തോന്നുന്നേ. കരിനാക്കെടുത്തൊന്നും പറയില്ലേ ഗൗരിയേച്ചി, ഞാനിവിടെ ഇങ്ങനെ വീണിച്ചാവും. ഇടിന്ന് പതുക്കെ പറ, ആരെങ്കിലും കേക്കും. മിണ്ടാതെ നിക്കവിടെ, നമുക്ക് നോക്കാം. അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടാവും. വാ. വാ, നീ നോക്കി വാ. നോക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം എടുക്ക ഗൗരിയേച്ചി, എനിക്ക് വിശന്നിട്ട് നിക്കാൻ വയ്യ. ബഹളം വെക്കല്ലേ, ഞാൻ നോക്കട്ടെ. ഇതിന്റെ അകത്തൊന്നുമില്ല. ഞാൻ ലൈറ്റ് ഇടട്ടെ ഗൗരിയേച്ചി? ലൈറ്റ് ഇട്ട കൊന്നുകളെ നിന്നെ ഞാൻ. അച്ഛൻ ഉറങ്ങാതെ രാത്രി മുറിക്ക് പുറത്തിറങ്ങി ഉലാത്തുന്ന പതിവുണ്ട്. ആ സമയത്ത് അടുക്കളയിലെ വെളിച്ചം കണ്ട് ഇങ്ങോട്ടെങ്ങനെ വന്നാലേ തീർന്നു കഥ. അയ്യോ, ഇതിലൊന്നുമില്ല. ഇവിടെ ഒരു കുന്തവും ഇല്ലെന്ന് തോന്നുന്നേ. എന്റെ ഈശ്വര, ചതിച്ചോ? അതെ, ചതിച്ചത് ഈശ്വരനല്ല, അവളാ ആ വീപ്പക്കുറ്റി. അവള് മനഃപൂർവ്വം എല്ലാം കൂടെ എടുത്ത് കളഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. അയ്യോ, ഞാനിപ്പോ ചാവും എന്റെ ഗൗരിയേച്ചി. എന്റെ വയറ് കത്തിയിരിക്കുന്നു. നിനക്ക് മാത്രല്ല, എന്റെ വയറും കത്തുന്നുണ്ട്. ഇങ്ങോട്ട് മാറ്, നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടെന്ന്. ഇതിനകത്ത് എന്താ നോക്കട്ടെ. ആ, വെള്ളത്തിലിട്ട ചോറ്. ഇത് കുറച്ചല്ലേ ഉള്ളൂ? ഉള്ളത് മതി. പക്ഷെ കറി എന്തെങ്കിലും വേണ്ടേ? ഇനിയിപ്പൊ എന്തു ചെയ്യും ഗൗരിയേച്ചി? പച്ചച്ചോറ് മാത്രം എങ്ങനെ തിന്നും? ഞാനിതൊരു വെള്ളത്തിലിട്ട ചോറ് കഴിച്ചിട്ടില്ല, എനിക്ക് ഇഷ്ടമല്ല. എന്നെങ്കിട്ടാ, ഞാൻ കഴിച്ചോളാം. അയ്യടാ, വെള്ളത്തിലിട്ടതായാലും വേണ്ടില്ല, എനിക്കും വേണം. ഈ പച്ചച്ചോറ് മാത്രം എങ്ങനെ വെച്ച് കഴിക്കുന്ന? എടി, ഇതിൽ ഇത്ര ഉപ്പ് ഇട്ട് 2 പച്ചമുളകും ഒരു ചെറിയുള്ളിയൊക്കെ പൊട്ടിച്ചിട്ട് പഴങ്ങഞ്ഞി പരുവത്തിൽ നമുക്കങ്ങ് അകത്താക്കാം. ഈശ്വരാ, പാതിരാത്രി പഴങ്കഞ്ഞി കുടിക്കാനാണല്ലോ ഞങ്ങളുടെ വിധി. ഓ, നിന്ന് പാഴങ്കം പറയാതെ പഴങ്കഞ്ഞി റെഡിയാക്കാൻ നോക്കടി. ഈ ഉപ്പും മുളകൊക്കെ എവിടെ ഇരിക്കുന്നേ? അടുക്കളയിൽ കയറാത്തോണ്ട് ഇതൊക്കെ എവിടെയാന്ന് പോലും എനിക്കറിയില്ല. നാശം. ഗൗരിയേച്ചി, നമുക്കുള്ള ആഹാരം നമ്മളോടുള്ള ദേഷ്യത്തില് ആ തടിച്ച് ഒറ്റയ്ക്ക് തിന്ന് തീർത്ത് കാണും. വൈകിട്ട് ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കിയതിന്റെ നല്ല മണം വന്നിരുന്നു. ഗൗരിയേച്ചി, ഇതിന് നമുക്ക് പകരം വീട്ടണം. നമ്മളിങ്ങനെ പട്ടിണി കിട്ടതിന് ഒരു ദിവസം അവരെ ഇതുപോലെ ചെയ്യണം. ഇങ്ങനെ പോയാലേ മിക്കവാറും ഞാൻ അവളെ വല്ല വിഷം കൊടുത്ത് കൊന്നൂന്ന് വരും. നീ എന്റെ കൂടെ നിൽക്കോ? നമ്മളെ ഇത്രയും ദ്രോഹിച്ച അവരെ കൊല്ലാനാണെങ്കിൽ ഞാൻ 100 വട്ടം നിൽക്കും. അത് മതി, ബാക്കി ഞാൻ ഏറ്റു. ഉപ്പും മുളകും എവിടെ ഉണ്ടെന്ന് നോക്ക് ചേച്ചി. ഇങ്ങെടുക്ക, ഞാനത് പിടിച്ചോളാം. കഞ്ഞിയും കൂടെ പോയില്ലോടി. നീ എന്തിനാ ലൈറ്റ് ഇട്ടത്? ഞാനാണോ? ചേച്ചിയല്ലേ ലൈറ്റ് ഇട്ടത്? നീ ഒരുമാതിരി. എന്താ രണ്ടുപേരും കൂടി പാതിരാത്രിയിൽ അടുക്കളയിൽ തപ്പുന്നത്? വിശക്കുന്നുണ്ടോ രണ്ടുപേർക്കും? എടി, നിന്നെ ഞാൻ കൊള്ളാം. അയ്യോ, ആരൊക്കെ ഇത്? എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ?
നിങ്ങളുടെ രണ്ടുപേരോടും ആഹാരം കഴിച്ചിട്ട് പോകാൻ പറഞ്ഞതല്ലേ? അന്നേരം വാശി പിടിച്ചു വേണ്ടാന്ന് വെച്ചു. ഇപ്പൊ കള്ളികളെ പോലെ ഇരുട്ടത്ത് പതുങ്ങി വന്ന് വെള്ളത്തിലിട്ട ചോറ് വാരി തിന്നാൻ നോക്കുന്നു. കഷ്ടം. മക്കളെ, അന്നൻ ദൈവമാ, അതിനോട് വാശി കാണിക്കരുത്. നിങ്ങൾ ഇവിടെ വീഴ്ത്താൻ പാര വെച്ചു, എന്നിട്ട് വീണതോ നിങ്ങൾ തന്നെ. ഇത്തിരി പറ്റി ചോറുള്ളത് പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതി പോയതേ ഈശ്വരന്റെ കളിയാ. സ്വാതി, ഇനിയിപ്പോ എന്ത് ചെയ്യുമ്പോളെ? ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചോളാം, നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? വാ, നമുക്ക് വഴിയുണ്ടാക്കാം. വന്നേ രണ്ടാളും. ഇവിടെ ഇനി ഇങ്ങനെ നിൽക്കണ്ട. വരാനല്ലേ പറഞ്ഞത്?